നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് നമ്മൾ നടത്തിയ ഏറ്റവും വലിയ ഒരു മിലിറ്ററി ഓപ്പറേഷനാണ് പാകിസ്ഥാനുമായിട്ട് നടത്തിയത്. മെയ് 6-നും 7-നും ഇടയ്ക്കുള്ള രാത്രിയിൽ തുടങ്ങി 10-ാം തീയതി അവസാനിപ്പിച്ച ഒരു മിലിറ്ററി ഓപ്പറേഷൻ. ഇതിൽ ഇന്ത്യൻ നേവി സ്റ്റാൻഡ് ബൈ ആയിരുന്നു, പിന്നിൽ നിൽക്കുകയായിരുന്നു. ഇന്ത്യൻ ആർമി ഇന്ത്യൻ എയർഫോഴ്സിനെ സഹായിക്കാനായിട്ട് കൂടി എന്നുള്ളതല്ലാതെ കാര്യമായ ഒരു ഇടപെടൽ ഇന്ത്യൻ ആർമി നടത്തിയില്ല. ഇന്ത്യൻ എയർഫോഴ്സ് മാത്രം നടത്തിയ ആക്രമണത്തിലാണ് പാകിസ്ഥാൻ തകർന്നു പോയത്. അപ്പോൾ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും കൂടെ ചേർന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സ്ഥിതി? പട്ടാളക്കാർ നടത്തിയ പത്രസമ്മേളനം നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ ഇന്ത്യൻ നേവിക്ക് വേണ്ടി സംസാരിച്ച കൊമഡോർ പ്രമോദ്, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പാകിസ്ഥാന് നന്നായിട്ടറിയാം, ഞാനായിട്ടത് പറയുന്നില്ല എന്ന്. അത് സുവ്യക്തമായ ഒരു ഭീഷണിയായിരുന്നു. കാരണം ഇന്ത്യയുടെ 1/3 ഫോഴ്സ് അതിൻ്റെ 10% മാത്രം ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ തകർന്നു പോയി. പാകിസ്ഥാൻ തകർന്നു എന്നുള്ളത് സത്യമാണ്. പത്രക്കാർ ചോദിച്ചു, അല്ല നമ്മൾ ഈ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ തകർത്തോ അവരുടെ കിരാണ ഹിൽസിൽ? അപ്പോൾ പട്ടാളക്കാരൻ ഒരു ചെറിയ ചിരിയോടെ തിരിച്ചു ചോദിച്ചു, കിരാണ ഹിൽസിൽ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ ഉണ്ടോ? ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ആ ചിരിയിൽ നിന്ന് സംഭവം വ്യക്തമായിരുന്നു. ന്യൂക്ലിയർ അവരുടെ ആയുധങ്ങളിൽ നമ്മളൊന്ന് കാല് ചവിട്ടി എന്നുള്ളത് സത്യമാണ്. അത് ഫോറിൻ മീഡിയയെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. കിരാണ ഹിൽസിനടുത്തുള്ള സർഗോധ എയർബേസിൽ അതിനോട് ചേർന്നാണ് പാകിസ്ഥാൻ്റെ ഒരു സെറ്റ് ന്യൂക്ലിയർ ആയുധങ്ങൾ അവർ വെച്ചിരിക്കുന്നത്. അത് ഭൂമിക്കടിയിലാണ്. ഈ ഭൂമിക്കടിയിലേക്ക് ക്ലസ്റ്റർ ബസ്റ്റിംഗ് ബോംബ് അതാണ് നമ്മളിട്ടത്. അത് ഈ ബങ്കർ തകർക്കുന്ന ബങ്കർ ബസ്റ്റിംഗ് ബോംബ് എന്ന് പറയും അതിനെ. ബങ്കറുകളെ, ഭൂമിക്കടിയിലുള്ള ബങ്കറിൽ പോയിട്ട് അതിനെ തകർത്ത് കളയുന്ന ബോംബ്. ഇത് നമ്മൾ അറിഞ്ഞ് ചെയ്തതാണോ അറിയാതെ ചെയ്തതാണോ, ചെയ്തിട്ടേ ഇല്ല എന്ന് നമ്മളുടെ പട്ടാളം പറയുമ്പോൾ നമുക്കത് ഊഹിക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷേ ചെയ്തു എന്ന് ഇൻ്റർനാഷണലി എല്ലാവരും കൺഫേം ചെയ്യുന്നു. അപ്പോൾ എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ആദംപൂർ എയർബേസിൽ നിന്നുള്ള ആദ്യ പ്രസംഗം മുതൽ ഇന്നലെ നടത്തിയ പ്രസംഗം വരെ നിരന്തരം പറയുന്നു, ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ ഇനി നടക്കില്ല. ശരി, ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ നടക്കില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നു, നമുക്കത് മുഖവിലേക്ക് എടുക്കാം. പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു സംശയം നിൽക്കുന്നു. എങ്ങനെയാണ് ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ അവസാനിച്ചത്? 170 ന്യൂക്ലിയർ വാർഹെഡാണ് പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത് എന്നാണ് കണക്ക്. ഈ കണക്കും ഇതിൻ്റെ ലൊക്കേഷനും എല്ലാ വർഷവും ജാനുവരി മാസത്തിൽ 2 രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അറിയാതെയാണെങ്കിലും ന്യൂക്ലിയർ ഇരിക്കുന്ന സ്ഥലം ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആക്രമണം പലതും നടന്നു എന്ന് വരും, പല ശത്രുതയും ഉണ്ടായെന്ന് വരും. പക്ഷേ ഇതിൽ കയറി തുടരുത് കേട്ടോ എന്ന് 2 രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കും. ലൊക്കേഷനും പറയും, ഇത്ര ആയുധങ്ങളുണ്ട് ഇന്ന സ്ഥലത്തുണ്ട്. കാരണം സർവ്വസംഹാരകമായ ആയുധങ്ങളായതുകൊണ്ട് അതിൻ്റെ എണ്ണം പറയുന്നതുകൊണ്ടോ സ്ഥലം പറയുന്നതുകൊണ്ടോ ദോഷമൊന്നുമില്ല. മിന്നൽ വേഗത്തിൽ ഈ ഓപ്പറേഷനൊക്കെ നടക്കും. 2 രാജ്യങ്ങളും പാകിസ്ഥാൻ ഇല്ലാതെ പോകും. നമുക്ക് സാരമായ നഷ്ടം വരും. ലക്ഷക്കണക്കിന് ജനങ്ങൾ ദുരിതത്തിലാവും, റേഡിയേഷൻ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത് തുറന്ന് അന്യോന്യം പറഞ്ഞ് ആണ് സൂക്ഷിക്കുന്നത്. എന്നാൽ പറയാതെ ഇത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പാകിസ്ഥാൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? വാക്കിനൊരു വ്യവസ്ഥയില്ലാത്ത ആളുകളാണ് പാകിസ്ഥാൻ. അപ്പം ഞാൻ ഈ സന്ദർഭം നോക്കിയപ്പോൾ എനിക്ക് തോന്നി, ഈ ഒരു സർഗോധായിലെ ഒരു ആക്രമണം കൊണ്ട് ന്യൂക്ലിയർ ത്രെറ്റ് ഇല്ലാതെയാവുന്നത് എങ്ങനെയാണ്? അപ്പോഴും ബാക്കി സ്ഥലങ്ങളിലെ ന്യൂക്ലിയർ ആയുധങ്ങൾ പാകിസ്ഥാൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ.
അത് വെച്ചിട്ട് പാകിസ്ഥാന് മസിൽ പടപ്പിക്കാമല്ലോ. ഞാനിത് ഉപയോഗിക്കും കേട്ടോ, സർഗോധ പോയി നിങ്ങൾ വിചാരിക്കേണ്ട, പോയത് പോട്ടെ, ബാക്കി എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയില്ലേ. ഇങ്ങനൊരു സംശയം എൻ്റെ മനസ്സിൽ കിടന്നിരുന്നു. അതിനുശേഷമാണ് 2 ദിവസം മുമ്പ് ഇന്ത്യ TV ഇതിൻ്റെ സാറ്റലൈറ്റ് ഇമേജ് പുറത്തുവിടുന്നു, പാകിസ്ഥാനിലെ എയർബേസുകളുടെ. അത് ആർക്കും പുറത്തുവിടാവുന്നതാണ്. സാറ്റലൈറ്റ് ഇമേജ് പൈസ കൊടുത്താൽ, ഒരുപാട് കാശാകും കേട്ടോ, അത് കൊടുത്താൽ ആർക്കും കിട്ടും. കാരണം ലോകത്തിലെ സാറ്റലൈറ്റുകൾ മുഴുവൻ ഈ കോൺഫ്ലിക്റ്റ് സോണിൽ ശ്രദ്ധിച്ച് അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ ചിത്രങ്ങൾ കൂടെ കൂടെ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ വന്ന ചിത്രങ്ങളിൽ ഒരു 2 എയർബേസിൻ്റെ ചിത്രങ്ങൾ കൂടെ വന്നു. അതിലൊന്ന് മുരീദ് കെ എന്ന് പറഞ്ഞാൽ കിരാണ ഹിൽസിനടുത്തുള്ള സർഗോധയിൽ നിന്ന് പിന്നെയും കൂടുതൽ തെക്കോട്ട് മാറിയാണ് മുരീദ് കെയും പിന്നെ നൂർഖാൻ എയർബേസും. നൂർഖാൻ എന്ന് പറയുമ്പോൾ റാവൽപിണ്ടിക്ക് അടുത്തുള്ള അവരുടെ പഴയ തലസ്ഥാനമായിരുന്നു റാവൽപിണ്ടി. പിന്നെ അത് ഇസ്ലാമാബാദിൽ എന്ന് പറഞ്ഞ് മാറ്റി. ഇത് തമ്മിൽ വലിയ ദൂരമില്ല, എന്നാലും വേറെ വേറെ പട്ടണങ്ങളാണ് ഇസ്ലാമാബാദും റാവൽപിണ്ടിയും. റാവൽപിണ്ടി ആയിരുന്നു പാകിസ്ഥാൻ്റെ ഒറിജിനൽ തലസ്ഥാനം. ഇപ്പോൾ അത് ഇസ്ലാമാബാദാണ്. ഏതായാലും റാവൽപിണ്ടിക്ക് അടുത്താണ് നൂർഖാൻ ബേസ്. ഈ മുരീദ് കെ ബേസിലും നൂർഖാൻ ബേസിലും നമ്മൾ ആക്രമണം നടത്തി. അവിടെയും ആണവായുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. ഭൂമിക്കടിയിൽ നിന്ന് ചൂട് തട്ടി പുല്ലും പോച്ചയുമെല്ലാം കരിഞ്ഞ അവസ്ഥയിലാണ് മുരീദ് കെ ഇരിക്കുന്നത്. മുരീദ് കെയിലും ഭൂമിക്കടിയിലാണ് ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്നത്. എല്ലാവരും ഭൂമിക്കടിയിലാണത് വയ്ക്കാറുള്ളത്. അഥവാ അറിയാതെ തന്നെ ഒരു സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭൂമിക്കടിയിൽ ഭൂചലനമായിട്ട് അവസാനിക്കും. പാകിസ്ഥാനിൽ മെയ് 6-ാം തീയതി മുതൽ 11-ാം തീയതി വരെ കുറഞ്ഞത് 5 ഭൂചലനങ്ങൾ ലോകമെമ്പാടുമുള്ള റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയിരുന്നു. അതെല്ലാവർക്കും അറിയാം. 4 മുതൽ 5.7 വരെ പലവിധ മാഗ്നിറ്റ്യൂഡുള്ള ഭൂചലനങ്ങൾ പാകിസ്ഥാനിൽ സംഭവിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇത് സംഭവിച്ചത് ഭൂമിക്കടിയിൽ ഈ ന്യൂക്ലിയർ ബോംബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തി അനുസരിച്ച് കൂടുതൽ ശക്തിയുള്ളത് കുറഞ്ഞ ശക്തിയുള്ളതൊക്കെയുണ്ട്. ഏതായാലും ഇതിൻ്റെ സ്ഫോടനമാണ് ഭൂമിക്കടിയിൽ നടന്നത്. അത് സമ്പൂർണ്ണ സ്ഫോടനമല്ല, ഫിസൈൽ മെറ്റീരിയൽ മാത്രം കത്തിയതാണെന്നൊക്കെ പറഞ്ഞ് ടെക്നോളജി അതിൻ്റെ ഒരുപാടുണ്ട്, ഇരിക്കട്ടെ. ഏതായാലും സ്ഫോടനം നടന്നു. ന്യൂക്ലിയർ വാർഹെഡ് ഉപയോഗശൂന്യമായി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഇവിടെ കിരാന ഹിൽസിനടുത്ത് സർഗോധ, പിന്നെ മുരീദ് കെ, പിന്നെ നൂർഖാൻ, 3 സ്ഥലത്തും ഉള്ള ന്യൂക്ലിയർ വാർഹെഡുകൾ നമ്മൾ നിഷ്പ്രഭമാക്കി കഴിഞ്ഞു. അതായിരിക്കണം നമ്മുടെ പ്രധാനമന്ത്രി ബോൾഡായിട്ട് പറയുന്നത്, ഇനി ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ നടക്കുകയില്ല. മോനെ, നിൻ്റെ കയ്യിൽ ആയുധമില്ല, മനസ്സിലായോ? ന്യൂക്ലിയർ ആയുധങ്ങൾ നിൻ്റെ കയ്യിലില്ല. കൺവെൻഷണൽ ആയുധങ്ങൾ, മിസൈൽ, വിമാനം, അത് ഇതൊക്കെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. പക്ഷേ ബാക്കി കുറച്ച് അവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. കാരണം അവരുടെ സ്റ്റോക്ക് മുഴുവൻ നമ്മൾ നശിപ്പിച്ചിട്ടൊന്നുമില്ല. 10-ാം തീയതി എൻ്റെ പൊന്നു ചേട്ടാ ഇത് നിർത്തണം എന്ന് പറഞ്ഞു. നമ്മൾ ശരി മര്യാദയ്ക്കാണെങ്കിൽ ഇനി ഞാൻ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞു നിർത്തി. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെക്കുകയല്ല, തൽക്കാലം അടി നിർത്തി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും ലൈവാണ്. പ്രധാനമന്ത്രി 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇനി അനങ്ങിയാൽ അടി കിട്ടും. ശരി, മനസ്സിലായി, അനങ്ങരുത്. രണ്ടാമത്തത് പറഞ്ഞു, ഇനി തീവ്രവാദിയും പാകിസ്ഥാൻ ഭരണകൂടവും പാകിസ്ഥാൻ പട്ടാളവും വേറെ വേറെയാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല, നിങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇനി ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ഞങ്ങളുടെ തിരിച്ചടി എല്ലാവർക്കും ചേർന്നുള്ള തിരിച്ചടിയായിരിക്കും, വേർതിരിച്ചുള്ള അടിയൊന്നും ആയിരിക്കില്ല. ഇപ്പം നമ്മൾ ചെയ്തത് ആദ്യം ഭീകരരുടെ താവളങ്ങൾ തകർത്തു, എന്നിട്ട് അവരോട് പറഞ്ഞു ഇവിടെ വെച്ച് നിർത്തുന്നോ എന്ന് ചോദിച്ചു. നിർത്തുന്ന പ്രശ്നമില്ല. അവരങ്ങോട്ട് കടന്നൽ പോലെ ഡ്രോണൊക്കെ വെച്ചിട്ട് നമ്മളെ അങ്ങ് തോൽപ്പിക്കാൻ നോക്കി. സകല ഡ്രോണും നമ്മൾ അടിച്ച് താഴെയിട്ടു. എന്നിട്ട്
നമ്മൾ അവരുടെ എയർ ഡിഫൻസിന് നേർക്ക് അറ്റാക്ക് നടത്തി. പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ചൈന കൊടുത്ത സാധനങ്ങളാണ്. ഈ ചൈനീസ് സാധനങ്ങൾ മുഴുവൻ നമ്മൾ നശിപ്പിച്ചു. അതിനുശേഷം അവരുടെ എയർബേസുകളും തകർത്തു. ചൈനയുടെ JF-17, JF-10 എന്നൊക്കെ പറഞ്ഞുള്ള വിമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രയോജനവും ഉണ്ടായില്ല. യുദ്ധം കഴിഞ്ഞപ്പോൾ ഇത് തെളിഞ്ഞു. ചൈനയുടെ ഈ മസിൽ പിടിപ്പിക്കലിൽ വലിയ അർത്ഥമൊന്നുമില്ല. അവരുടെ ആയുധങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് താൻ. ചൈന ഇത് നിർമ്മിക്കുന്നത് റിവേഴ്സ് എൻജിനീയറിംഗ് എന്ന പ്രോസസ്സിലൂടെയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു സ്കൂട്ടർ ഉണ്ടാക്കാൻ അറിയില്ല. നമ്മളെന്താ ചെയ്യുക? ഒരു സ്കൂട്ടർ വാങ്ങുക, എന്നിട്ട് അത് അഴിച്ച് അത് മനസ്സിലാക്കി അളവൊക്കെ എടുത്തിട്ട് അതുപോലെ ഒരു സ്കൂട്ടർ ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്കൂട്ടർ ഒറിജിനലിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുമോ? ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഇതാണ് ചൈനയ്ക്ക് പറ്റിയ കുഴപ്പം. എന്തു വാങ്ങിക്കോട്ടെ, ചൈനയ്ക്ക് അത് വലിയ നാണക്കേടായി. ചൈനയുടെ ആയുധങ്ങൾ ഓർഡർ ചെയ്തിരുന്നു സൗത്ത് ആഫ്രിക്കയും മറ്റും. അവർ ആ ഓർഡറുകൾ ക്യാൻസൽ ചെയ്യാൻ ആലോചിക്കുന്നു. ചൈന പറയുന്നു അങ്ങനെയൊന്നും അല്ല, ഞങ്ങളുടെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണെന്നൊക്കെ പറയുന്നു. എന്തു വാങ്ങിക്കോട്ടെ, ചൈനയുടെ ഒരു കുഴപ്പം, ചൈന യുദ്ധം ചെയ്തിട്ടില്ല അടുത്ത കാലത്ത്. 1962 ഭാരതത്തെ ആക്രമിച്ചത് കഴിഞ്ഞാൽ പിന്നെ ചൈന ആരുമായിട്ടും യുദ്ധം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും മിസൈലും ഒക്കെ വാർ പ്രൂവനല്ല. യുദ്ധത്തിൽ പങ്കെടുത്ത് കഴിവ് തെളിയിച്ച ആയുധങ്ങൾ ചൈനയുടെ കയ്യിൽ ഇല്ല. എക്സർസൈസ് നടത്തി കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വീട്ടിനകത്തിരുന്ന് പയറ്റ് കാണിച്ച് നേതാവായിട്ടുണ്ട്. വീടിന് പുറത്ത് ആളുകളുമായിട്ട് യുദ്ധം ചെയ്ത് ആ ആയുധം പ്രൂവ് ചെയ്തിട്ടില്ല ചൈന. ഇങ്ങനെ പ്രൂവ് ചെയ്യാത്ത ആയുധങ്ങൾ ആദ്യമായിട്ട് പുറത്തെടുക്കുന്നത് ഈ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിലാണ്. അവിടെ പരാജയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ചൈനയുടെ ഈ ആയുധം ഒക്കെ നിർമ്മിക്കുന്ന കമ്പനികളുടെ ഷെയർ മാർക്കറ്റിൽ വല്ലാതെ താഴുകയും ചെയ്തു. ഈ ബഹളമൊക്കെ നടക്കുന്നതിനിടയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് വല്ലാത്ത ഫ്രസ്ട്രേഷനാണ്. അതിന് കാരണം ഈ ഫോറിനിൽ ഡെലിഗേഷൻ പോയാൽ നമ്മുടെ നാട്ടിൽ നിന്ന് 59 പാർലമെൻറ്റേറിയൻസ്, അതുകൂടാതെ വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചേർന്ന് 7 ഡെലിഗേഷൻ, 30 രാജ്യങ്ങൾ പ്ലസ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇവിടെ പോകാൻ തീരുമാനിച്ചു. നമ്മളുടെ ഭാഗം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ പ്രയോജനമൊന്നും ഉണ്ടാവില്ല, അറിയിച്ചു എന്നെങ്കിലും ആകും. ഇതാണ് അറിയിക്കാനായിട്ട് അവിടെ എംബസി ഇവരെയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് നമ്മളുടെ ഡെലിഗേഷൻ അങ്ങോട്ട് പോയി. രാഹുൽ ഗാന്ധിക്ക് ഇത് പിടിച്ചില്ല. കാരണം രാഹുൽ ഗാന്ധി ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നു നരേന്ദ്രമോദിക്ക്, ഇന്ന ആൾക്കാർ എൻ്റെ പാർട്ടിയിൽ നിന്ന് ഡെലിഗേഷനിൽ വരും. മോദി അത് അംഗീകരിച്ചില്ല. മോദി പറഞ്ഞു ഇത് സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന MP-മാരാണ്, അല്ലാതെ ഇന്ന പാർട്ടിയിൽ നിന്ന് ഇന്ന ആളെന്ന് പറഞ്ഞിട്ട് പാർട്ടിക്കാർ കൊടുക്കുന്ന ആളുകളെ സംഘടിപ്പിച്ച് കൊണ്ടുപോവുകയല്ല. ഗവൺമെൻറ്റിനൊരു വിലയിരുത്തലുണ്ട് പാർലമെൻറ്റിൽ, അതനുസരിച്ചിട്ട് ഉള്ള MP-മാരെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കും. നിങ്ങളുടെ ഇന്ന MP-മാരെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അറിയിച്ച ഒരാളിൻ്റെ പേരാണ് ശശി തരൂർ. ശശി തരൂരിനെ രാഹുൽ ഗാന്ധിക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ല. കാരണം ഇതൊക്കെ ഈ കുറേ കിടമത്സരങ്ങൾ, ശശി തരൂർ AICC പ്രസിഡൻ്റ് ആവാൻ മത്സരിച്ചിരുന്നു. ശശി തരൂർ തോറ്റുപോയി, ദയനീയമായിട്ട് തോറ്റു. ബട്ട് കുറച്ചു കൂട്ട് കിട്ടി. മല്ലികാർജുൻ ഖാർഗെ പ്രസിഡൻ്റായി. ആദ്യമായിട്ടാണ് കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് AICC പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത്. അപ്പോൾ തന്നെ ഈ നെഹ്റു കുടുംബം ശശി തരൂരിനെ നമ്പർ ഇട്ടിരുന്നു. ശശി തരൂർ വലിയ മഹാനാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു ക്രൈസിസിൻ്റെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ ആളാണ് എന്ന് മോദി തീരുമാനിച്ചു. ശശി തരൂർ പോകാനും സമ്മതിച്ചു. കോൺഗ്രസ് ശശി തരൂരിനെ വിടില്ല, നിങ്ങൾ വിട്ടിട്ട് വേണ്ട, ഞാൻ പോകുമെന്ന് ശശി തരൂർ. ഇതാണ് ഈ ബഹളത്തിൻ്റെ രത്നച്ചുരുക്കം. അങ്ങനെ ശശി തരൂർ പോയി. രാഹുൽ ഗാന്ധി നിരാശനായി. രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? സർക്കാരിനെ ആക്രമിക്കാൻ തുടങ്ങി. സർക്കാരിനെന്ന് വെച്ചാൽ പട്ടാളത്തെ ആക്രമിക്കാൻ തുടങ്ങി. വിദേശ കാര്യ മന്ത്രിയെ ആക്ഷേപിക്കാൻ തുടങ്ങി. JJ എന്നാണ്
രാഹുൽ ഗാന്ധി വിദേശകാര്യമന്ത്രിയെ അഭിസംബോധന ചെയ്യുന്നു. എന്താണ് ഈ JJ എന്ന് ചോദിച്ചപ്പോൾ ഡോണ്ട് വേസ്റ്റ് മൈ ടൈം എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. JJ എന്താണെന്ന് പറയണ്ടേ? കാരണം നമ്മളുടെ വിദേശകാര്യമന്ത്രിയുടെ പേര് ഡോക്ടർ S ജയശങ്കർ എന്നാണ്. സുബ്രഹ്മണ്യം ജയശങ്കർ. സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ്. അങ്ങനെ ഡോക്ടർ S ജയശങ്കർ. അപ്പോൾ SJ എന്ന് വിളിച്ചാൽ മനസ്സിലാവും. ഈ JJ എന്താ? അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കിട്ടിയ ഹിൻറ്റ് ജോക്കർ ജയശങ്കർ എന്നാണ് ആ വിളിയുടെ അർത്ഥം. അതാണ് JJ എന്ന് എഴുതാൻ കാര്യം. ജയശങ്കറിനെ അങ്ങനെ വിളിച്ചിട്ട് ഒരു 3 ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. വൈ ഹാസ് ഇന്ത്യ ബീൻ ഹൈഫനേറ്റഡ് വിത്ത് പാക്? ഇന്ത്യയെ പാകിസ്ഥാനുമായിട്ട് തുലനം ചെയ്യുന്നത് എന്തുകൊണ്ട്? ആര് തുലനം ചെയ്തു? ഭാരതവുമായിട്ട് തുലനം ചെയ്യാനും മാത്രമേ ഇല്ല പാകിസ്ഥാനെന്ന് നമുക്കും അറിയാം, പാകിസ്ഥാൻ അറിയാം, ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം. ആരും തുലനം ചെയ്തിട്ടില്ല. അതേസമയം വഴക്കാര് തമ്മിലാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഇങ്ങനെയല്ലേ പറയുള്ളൂ. ഇന്ത്യയും അർജൻറ്റീനയും എന്ന് പറയാൻ പറ്റുമോ? പാകിസ്ഥാനും കൊളംബിയയും തമ്മിൽ എന്ന് പറയാൻ പറ്റുമോ? കൊളംബിയ ഈ ഡിസ്പ്യൂട്ടിൽ ഇല്ലല്ലോ. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയും. അത് തുലനം ചെയ്യലൊന്നുമല്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടുത്ത ചോദ്യം, വൈ ഡിഡ് നോട്ട് എ സിംഗിൾ കൺട്രി ബാക്കസ് ഇൻ കണ്ടംനിങ് പാകിസ്ഥാൻ? പാകിസ്ഥാനെ അപലപിക്കുന്നതിൽ ഒരൊറ്റ രാജ്യം പോലും നമ്മുടെ കൂടെ ചേരാഞ്ഞത് എന്താണ്? നല്ല കാര്യമായി പോയി. നമ്മൾ പെഹൽഗാം ടെറർ അറ്റാക്ക് നടന്നപ്പോൾ എല്ലാ രാജ്യങ്ങളും അതിനെ അപലപിച്ചു, എല്ലാ രാജ്യങ്ങളും. അതേസമയം നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ ഒരു രാജ്യവും അപലപിച്ചില്ല. ചൈനയും തുർക്കിയും ഒഴിച്ച് ഒരു രാജ്യവും അപലപിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. സപ്പോർട്ട് ചെയ്യുന്നവരാരും ഇത് തുറന്ന് പറയുകയോ നമ്മുടെ കൂടെ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുകയോ ഒന്നും ചെയ്യണമെന്നില്ല. ബട്ട് ഈ യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലും റഷ്യയും നമ്മളെ ഓപ്പണായിട്ട് പിന്തുണച്ചു. യുദ്ധം കഴിഞ്ഞപ്പോൾ ജർമ്മനിയും ഫ്രാൻസും എല്ലാം പിന്തുണച്ചു. യുദ്ധത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ യുദ്ധത്തിന് മുമ്പ് പിന്തുണയ്ക്കുന്നത് സാധാരണഗതിയിൽ രാജ്യങ്ങളുടെ സ്വഭാവമല്ല. അല്ലെങ്കിൽ അവർക്ക് ആ യുദ്ധത്തിൽ എന്തെങ്കിലും താല്പര്യമുണ്ടാവണം. ഇന്ത്യ പാകിസ്ഥാൻ വഴക്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് താല്പര്യമില്ല. താല്പര്യമുള്ള 2 രാജ്യങ്ങളുണ്ട്, ചൈനയും അമേരിക്കയും. ചൈന പരസ്യമായ നിലപാടെടുത്തു, അമേരിക്ക തൽക്കാലമൊന്നും മിണ്ടാതിരുന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ താല്പര്യം പുറത്ത് ചാടുകയും ചെയ്തു. എല്ലാവർക്കും അറിയാം നമ്മളുടെ ശത്രു പാകിസ്ഥാനാണ്. അതിനകത്ത് പാകിസ്ഥാനിലെ തീവ്രവാദികളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളുണ്ട്, ഇന്ത്യക്കകത്തുള്ള തീവ്രവാദികളുണ്ട്, ഇപ്പോഴും ഉണ്ട്. കാശ്മീരിൽ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു. ശരി, എടുത്തു കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് തീവ്രവാദി പെട്ടെന്ന് നാരായണ ഗുരുവായിട്ട് മാറുന്നൊന്നുമില്ല. അയാൾ തീവ്രവാദിയായിട്ട് തന്നെ ഇരിക്കും. ഓപ്പറേറ്റ് ചെയ്യാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് നിസ്സഹായാവസ്ഥയിൽ ഒതുങ്ങിപ്പോകുകയോ ഇരുന്ന് പോവുകയോ ഒക്കെ ചെയ്യും. പക്ഷേ ഒരവസരം വരുമ്പോൾ തലപൊക്കും. ഇതാർക്കാ അറിഞ്ഞുകൂടാത്തത്? അപ്പോൾ തുർക്കിയും ചൈനയും ഒഴിച്ച് ബാക്കി ആരും തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തില്ല. അവർ നിശബ്ദത പാലിച്ചു. ഇന്ത്യയുടെ ഭാഗത്തല്ല അവരെങ്കിൽ അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യില്ലായിരിക്കാം. പക്ഷേ ഇന്ത്യ ചെയ്യുന്നത് ശരിയല്ല എന്നെങ്കിലും പറയണ്ടേ? ആരും പറഞ്ഞില്ല. അതാണ് സപ്പോർട്ട്. ഇപ്പോൾ 1971 യുദ്ധം നോക്കും, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ആ സമയത്ത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, ഇസ്ലാമിക രാജ്യങ്ങളിലെ സംഘടന, അതിപ്പോഴും ഉണ്ട്, OIC. ഈ OIC ഇന്ത്യയെ അപലപിച്ചുകൊണ്ട് ഒരു പ്രമേയവുമായിട്ട് യുണൈറ്റഡ് നേഷൻസിൽ പോയി അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ എവിടെ പോയി ഇസ്ലാമിക് കൺട്രീസ് എല്ലാം? ആരും ഒന്നും അനങ്ങിയില്ലല്ലോ. സൗദി അറേബ്യ എന്തെങ്കിലും പറഞ്ഞോ? ഖത്തർ പറഞ്ഞോ? UAE പറഞ്ഞോ? ഈജിപ്റ്റ് പറഞ്ഞോ? ആരും ഒന്നും മിണ്ടിയില്ല. എന്തിന്? വലിയ മീശയ്ക്ക് മണി കെട്ടിയ ഹമാസ്, ഹിസ്ബുള്ള, ഇതുപോലെയുള്ള ISIS ഇതുപോലത്തെ സംഘടനകളുണ്ട്. അവരെന്തെങ്കിലും പറഞ്ഞോ? ഇന്ത്യയെ മോശപ്പെടുത്തി? ഇല്ല.
എല്ലാവർക്കും അറിയാം ഇന്ത്യയും പാകിസ്ഥാനും എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. രാഹുൽ ഗാന്ധിയുടെ മൂന്നാമത്തെ ചോദ്യം, ഹൂ ആസ്ക്ഡ് ട്രംപ് ടു മീഡിയേറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ? ഇത് വലിയൊരു തലവേദനയായിരിക്കുകയാണ് കേട്ടോ. ട്രംപ് ആദ്യം പറഞ്ഞു, ഞാനാണ് ഇവർ തമ്മിൽ ഒരു ഡീൽ എത്തിച്ചത് എന്ന് പറഞ്ഞു. ശരി, അങ്ങേരങ്ങനെ പറഞ്ഞു. അങ്ങേരുടെ വായ നമുക്ക് മൂടിക്കെട്ടാൻ പറ്റുമോ? അത് ചോദ്യമായി ബഹളമായി ഒക്കെ കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, അല്ല ഞാൻ എത്തിച്ചതല്ല, ഞാൻ ഇച്ചിരി സഹായിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. ഇങ്ങനെ മാറിയും മറിഞ്ഞും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിൻ്റെ വാ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റില്ല. അത് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്, ഒരല്പം വാപുളപ്പനാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മളതിന് ആദ്യം തന്നെ മറുപടി കൊടുത്തത് വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവാണ്. പ്രധാനമന്ത്രി അതേപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല, വിദേശകാര്യമന്ത്രി മിണ്ടിയില്ല. കുറേ ദിവസം കഴിഞ്ഞാണ് മിണ്ടിയത്. ഇന്ന് വരെ നരേന്ദ്രമോദി ട്രംപിന് ഒരു മറുപടിയായിട്ട് കൊടുത്തിട്ടില്ല. അതിന് പകരം നരേന്ദ്രമോദിയുടെ വേലക്കാരനെ കൊണ്ട് മറുപടി കൊടുപ്പിച്ചു. അഗർവാൾ വിദേശകാര്യ വകുപ്പിൻ്റെ സ്പോക്സ് പേഴ്സണാണ്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതിനകത്ത് ആരും ഇടപെട്ടിട്ടൊന്നുമില്ല. 12:37 ആദ്യത്തെ ഫോൺ പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. ഹോട്ട് ലൈനാണത്. ഫോൺ എടുത്താൽ ഇപ്പുറത്ത് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓഫീസിലെ ഫോൺ ശബ്ദിക്കും. നേരെ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് മണിയൊച്ച കേൾക്കും, അദ്ദേഹം എടുക്കും. ഇതാണ് ഹോട്ട് ലൈൻ. 12:37 വിളിച്ച പാകിസ്ഥാൻ, ഹലോ കേൾക്കുന്നില്ല, കമ്പിളിപ്പുതപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് കളഞ്ഞു. കാരണം പാകിസ്ഥാൻ ഫോൺ ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ അവർക്ക് ഒന്നും പറയണ്ട എന്നൊക്കെ തോന്നിയിട്ട് അത് ടെക്നിക്കൽ ഫോൾട്ടാണ്, കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. 3:30 അവർ വീണ്ടും വിളിച്ചു, പൊന്നു ചേട്ടാ അടി നിർത്തണം. ഓ നീ ഇനി മര്യാദയ്ക്കിരിക്കുമോ? ഞാൻ മര്യാദയ്ക്കിരുന്നോളാം. എന്നാൽ പിന്നെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഇത് സംഭവിച്ചത്. എന്നാൽ ലോകരാഷ്ട്രങ്ങൾ സംസാരിച്ചു. അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് JD വാൻസ് വിളിച്ചിരുന്നു, നരേന്ദ്രമോദിയെ വിളിച്ചിരുന്നു. പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരുന്നു. ചിലരെ നമ്മൾ അങ്ങോട്ട് വിളിച്ചു, ചിലർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു. ഇതൊക്കെ യുദ്ധത്തിൻ്റെ സമയത്ത് നടക്കുന്നതാണ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം, എവിടം വരെ ഇത് കൊണ്ടുപോകും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കും. വേണ്ടപ്പ നിർത്തുന്നിവിടെ എന്നാരെങ്കിലും പറഞ്ഞാൽ പറയും, നമുക്കത് തടയാൻ പറ്റില്ല. അവരുടെ അഭിപ്രായം അവർ പറയുന്നു. ഇതുപോലെ ട്രംപ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്? ട്രംപിനെ വഴിയിൽ കുത്തിനി പിടിച്ച് നിർത്തിയിട്ട് തല്ലണോ? യു കനോട്ട് ഡൂ ദാറ്റ്. ഹീ ഈസ് ദ പ്രസിഡൻറ്റ് ഓഫ് അമേരിക്ക. അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹം പറയുന്നു. എന്തെല്ലാം പറഞ്ഞു. അങ്ങേരെ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പാനമ കനാൽ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. എടുത്തോ? ഇല്ല. ഗ്രീൻലാൻഡ് വിലയ്ക്ക് മേടിക്കാൻ പോകുമെന്ന് പറഞ്ഞു. ചേട്ടാ സെൻറ്റിന് എത്ര രൂപയാകും ഗ്രീൻലാൻഡ് ചോദിച്ചു. അല്ല, അവരന്തം വിട്ടുപോയി, അവരൊന്നും മിണ്ടിയില്ല. ഈ മൂപ്പര് ഒന്നും ചെയ്തില്ല. മെക്സിക്കോയെ ഇപ്പം തീർത്ത് കളയും, കാനഡയെ അമേരിക്കയിൽ ലയിപ്പിക്കും, എന്തൊക്കെയാണ് ട്രംപ് പറയാനുള്ളത്? ഇസ്രായേൽ ഹമാസ് പ്രശ്നം 24 മണിക്കൂറിനകം അവസാനിപ്പിക്കും പറഞ്ഞതല്ലേ ട്രംപ്? വല്ലതും നടന്നില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം 24 മണിക്കൂറിനകം അവസാനിപ്പിക്കും. തീർന്നോ? ഇപ്പോഴും വർഷം 3 തീരുന്നില്ല. ഇങ്ങനെ അധികാരത്തിൽ വന്നിട്ട് 6 മാസത്തിൽ കൂടുതലും ആയി ട്രംപ്. എവിടെ പോയി 24 മണിക്കൂർ? തീരുന്നില്ല. ഇപ്പോൾ പുള്ളി റഷ്യയെ അങ്ങോട്ട് പേടിപ്പിക്കുന്നു. നിങ്ങൾ തീ കൊണ്ടാണ് കളിക്കുന്നത് കേട്ടോ. യു ആർ പ്ലേയിങ് വിത്ത് ഫയർ, ഇറ്റ് വിൽ ബി വെരി ഡേഞ്ചറസ്. നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾ നിൽക്കുന്നത് ഞാനുള്ളതുകൊണ്ടാണ്. റഷ്യക്കാരൻ തിരിച്ചു ചോദിച്ചു, ചേട്ടൻ എന്താ ഈ പേടിപ്പിക്കുന്നത്? 3-ാം ലോകമായ യുദ്ധമാണോ എന്ന് ചോദിച്ചു. അതോടെ ട്രംപ് നിശബ്ദനായി. വല്ല കാര്യമുണ്ടോ ഇതൊക്കെ? ഇതാണ് ട്രംപിൻ്റെ സ്വഭാവം. രാഹുൽ ഗാന്ധി ഇത് ചോദിക്കുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താ? രാഹുൽ ഗാന്ധിക്ക് ഭാരതം പാകിസ്ഥാന് മേൽ ആധിപത്യം നേടിയത് അത്ര പിടിച്ചിട്ടില്ല എന്ന് വേണ്ടേ വിചാരിക്കാൻ? രാഹുൽ ഗാന്ധി തുടക്കം മുതൽ ചോദിക്കുന്നു, ഭാരതത്തിൻ്റെ എത്ര വിമാനം പോയി എന്ന് ഭാരതം ഇതുവരെ കണക്ക് പുറത്തുവിട്ടില്ല. ഭാരതം പറഞ്ഞു, ഞങ്ങളുടെ പൈലറ്റ്സ് എല്ലാം സേഫായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. പൈലറ്റ് സേഫായി തിരിച്ചെത്തി എന്നുള്ളത് കൊണ്ട് വിമാനം തകർന്നെന്നോ തകർന്നില്ലെന്നോ അർത്ഥമാകുന്നില്ല. ബട്ട് ഇതുവരെ ഒരു സാറ്റലൈറ്റ് ഇമേജ്, ഒരു ഫോട്ടോ ഒന്നും ആർക്കും കാണിക്കാൻ പറ്റിയിട്ടില്ല ഭാരതത്തിൻ്റെ വിമാനങ്ങൾ തകർന്നു കിടക്കുന്നതായിട്ട്.
അതിനിടയ്ക്ക് എത്രയോ സാറ്റലൈറ്റുകൾ ഇതിൻ്റെ ഫോട്ടോ എടുത്തു കഴിയും. ഒരു ഫോട്ടോ പുറത്തു വരണമല്ലോ, ഇന്ന് വരെ വന്നിട്ടില്ല. അന്താരാഷ്ട്ര വിദഗ്ധന്മാരിൽ 1-2 പേര് ഒരു യുദ്ധമാണ്, ഇന്ത്യക്കും ചില്ലറ നാശനഷ്ടങ്ങൾ വന്ന് കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മളുടെ റഫേൽ വിമാനവും അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു റഫേലെങ്കിലും ഇന്ത്യയുടെ പോയിട്ടുണ്ടാകും, ഒരു മിഗ് വിമാനം പോയിട്ടുണ്ടാകും. ഇതാണ് അവർ പറയുന്നത്. ഫോട്ടോ അവരുടെ കയ്യിലില്ല. ബട്ട് ഒരു യുദ്ധമാകുമ്പോൾ സ്വാഭാവികമാണ്, അപ്പുറത്തു നിന്നും അടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നാശനഷ്ടം ഇന്ത്യൻ സൈന്യത്തിനും ഉണ്ടായി കാണും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫോട്ടോയും, വിമാനം തകർന്ന ഒരു ഫോട്ടോയും ആർക്കും കാണിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ പാകിസ്ഥാൻ്റെ ഡ്രോൺ വന്ന് വീണത് വയലിൽ വീണു, തോട്ടിൽ വീണു, അവിടെ ഇവിടെ ചെളിയിലൊക്കെ വീണതൊക്കെ അതിൻ്റെയൊക്കെ ഫോട്ടോ പുറത്ത് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ ഡ്രോണിൻ്റെ ഫോട്ടോ വരാമെങ്കിൽ ഇത്ര വലിയ വിമാനത്തിൻ്റെ ഫോട്ടോ എന്തുകൊണ്ട് വരുന്നില്ല? ഹിന്ദു പത്രം അലൂമിനിയം ടാങ്ക് കാണിച്ചിട്ട് ദേ റഫാൽ വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞു. താമസിയാതെ തന്നെ അത് പിൻവലിച്ചു, ഖേദം പ്രകടിപ്പിച്ചു, അത് അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞു. ഹിന്ദു പത്രമൊക്കെ ഒരു പ്രത്യേക പത്രമാണല്ലോ, അറിയാമല്ലോ ഇവരുടെയൊക്കെ സ്വഭാവം. അപ്പോൾ ഇങ്ങനെ ചേർന്ന് ഇന്ത്യ ഇപ്പോൾ ആൾക്കാർ പറയുന്ന പോലെ ഒരു 2.5 ഫ്രണ്ട് യുദ്ധത്തിലാണ്. 2.5 ശത്രുക്കളാണ് നമുക്ക്. 2 ശത്രുക്കൾ പുറത്ത്, ഒന്ന് ചൈന, ഒന്ന് പാകിസ്ഥാൻ. ശത്രു അകത്ത്. അതായത് രാഹുൽ ഗാന്ധി, ഹിന്ദു പത്രം, രാജ്ദീപ് സർദേശായെ പോലെയുള്ള പത്രപ്രവർത്തകർ, സോഷ്യൽ മീഡിയയിലെ കുറേ ആളുകൾ, ഇവരെല്ലാം, ദ വയർ, അങ്ങനെ കുറേ പ്രസിദ്ധീകരണങ്ങൾ ഇതൊക്കെയുണ്ട്. ഇവരൊക്കെ ചേർന്നതാണ് ഈ പകുതി ഫ്രണ്ട്. അപ്പോൾ പാകിസ്ഥാൻ, ചൈന, പിന്നെ ഇൻറ്റേർണൽ ആഭ്യന്തര ശത്രുക്കൾ, ഇത് ചേർന്ന 2.5 ശത്രുക്കളോടാണ് ഭാരതം ഇപ്പോൾ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നതും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്യന്തിക വിജയം ഭാരതത്തിനായിരിക്കുമെന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഈ പൊളിച്ചെഴുത്ത് ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.